തസ്കിയ 282 സഹാബി ചരിതം 9 തുടർച്ച. ജൂതന് മാത്രമായിരുന്നില്ല ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കടബാധ്യത ഉണ്ടായിരുന്നത്, മറ്റു നിരവധി ആളുകൾക്കും കൊടുക്കാനുണ്ടായിരുന്നു. അവരൊക്കെയും ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് നിരന്തരം കടം വീട്ടാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. അതിൻ്റെ പരിഹാരമായിട്ടാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചിട്ട് ഈ വിഷയം ഉണർത്തിയത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞത്, നീ പോയിട്ട് കാരക്കൊക്കെ പറിക്ക്. ഫസന്നിഫ് തമ്രക്ക അസ്നാഫൻ, കാരക്കകളൊക്കെ വ്യത്യസ്ത ഇനങ്ങൾ വ്യത്യസ്തമായി തന്നെ വെക്ക്. അൽ അജ്വത്ത് അലാഹിദ വൈദ്കബിന് സെയ്ദിൻ അലാഹിദ, കാരക്ക ഒരു അജ്വ കാരക്ക ഒരു കൂട്ടം, ഇബ്നു സെയ്ദ് കാരക്ക വേറെ കൂട്ടം. അങ്ങനെ വ്യത്യസ്ത ഇനങ്ങൾ കാരക്കകളുണ്ട്. കറുത്ത കാരക്ക 60, ചുവന്ന കാരക്ക 60 ഒക്കെ ഉണ്ടെന്ന് അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. നിരവധി ഇനങ്ങളുണ്ട്. അതിൽ ഓരോ ഇനവും അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ കിട്ടാവുന്ന ഇനങ്ങൾ വ്യത്യസ്തമാക്കി വെക്കാൻ പറഞ്ഞു. വെച്ച ശേഷം സുമ്മ അറസിലിയ, പിന്നെ നീ ആളെ പറഞ്ഞേക്ക്, ഞാൻ അങ്ങോട്ട് വരാം. അങ്ങനെ മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ കാരക്കൊക്കെ പറിച്ച് അതിൻ്റെ ചാഴിയൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് ഓരോ ഇനം കാരക്കയും വ്യത്യസ്ത കൂട്ടങ്ങളാക്കി വെച്ചു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ വേണ്ടി ചെന്നു. വാതിലടഞ്ഞിരിക്കുകയാണ്. ഡോറിന് മുട്ടിയപ്പോൾ ആരാണ് പുറത്തുള്ളത് എന്ന് ചോദിച്ചു. ജാബിറിന് മറുപടി, ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങളുടെ പ്രതികരണം, ഞാനോ? എന്ത് ഞാൻ? അവിടെ ഒരു വലിയ തത്വം പഠിപ്പിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെയല്ല പറയേണ്ടത്, ആളെ പരിചയപ്പെടുത്തി പറയണം. ഞാൻ ജാബിറാണെന്ന് പറയണം. ജാബിറാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ബാപ്പനെയും കൂടി കൂട്ടി പറയേണ്ടി വരും, അല്ലെങ്കിൽ അഡ്രസ്സ് പറയേണ്ടി വരും. അങ്ങനെ തന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയാണോ അഡ്രസ്സിങ് ആവശ്യമുള്ളത് അതൊക്കെ പറയേണ്ടി വരും. ആ ഒരു ശൈലി സ്വീകരിക്കണം എന്നതാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ചോദ്യത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി. ജാബിർ റളിയല്ലാഹു തആല പറയുന്നു, ആ കൂമ്പാരങ്ങൾക്കിടയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ബാപ്പ കടം കൊടുക്കാനുള്ള ഓരോ കടക്കാരെയും വിളിച്ചോ, അവരുടെ കടങ്ങൾ മുഴുവനും ഇതിൽ നിന്ന് അളന്നു കൊടുത്തോ. പറഞ്ഞതുപോലെ അദ്ദേഹം ചെയ്തു. എല്ലാവരെയും വിളിച്ചു വരുത്തി. എല്ലാ കടക്കാരും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഉള്ള വിവരം എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ കുറച്ച് വിശ്വാസമുണ്ട്, നമ്മുടെ കടം സമ്പൂർണ്ണമായി ഇന്ന് വീടിക്കിട്ടും. എല്ലാവരും തിക്കും തിരക്കുമായിട്ട് വന്നിട്ടുണ്ട്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല ഓരോരുത്തർക്കും കൊടുക്കാനുള്ള കടം എത്രയാണോ അത് വാരിക്കൊടുത്ത് കോരിക്കൊടുത്തുകൊണ്ടേയിരുന്നു. എല്ലാവരെയും പിരിച്ചു വിട്ടു. അതിനുശേഷവും കാരക്ക കൂമ്പാരങ്ങൾ അങ്ങനെ തന്നെ ബാക്കിയാവുകയും ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കുടുംബത്തിന് അതൊരു വലിയ മുതൽക്കൂട്ടാവുകയും ചെയ്തുവെന്ന് അദ്ദേഹം തന്നെ വിശദീകരിച്ച് തരുന്നുണ്ട്. അപ്പോൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയത്തിൽ 2 പ്രാവശ്യം ഇടപെടുകയാണ്. ഇന്നലെ പറഞ്ഞ ജൂതൻ്റെ കടം വീട്ടാൻ വേണ്ടിയും മറ്റുള്ള കടം വീട്ടാൻ വേണ്ടിയും. അങ്ങനെ അവിടുത്തെ ബറക്കത്ത് കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, കുറഞ്ഞ കാരക്കകളെ കൊണ്ട് കടം വീട്ടാൻ സാധിച്ചു. നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം കൂടി ഇവിടെ, മഹാനായ അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു കടബാധ്യതയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ 9 പെൺകുട്ടികളുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആൺകുട്ടിയായിട്ട് ജാബിർ റളിയല്ലാഹു തആല അൻഹുവും. അവരെ പോറ്റാൻ അവരുടെ ജീവിതാവശ്യത്തിന് വേണ്ടി കടം വാങ്ങിയതായിരുന്നു അത്. അങ്ങനെ അത്യാവശ്യമുണ്ടാകുന്ന സമയത്ത് കടം വാങ്ങുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആ കടബാധ്യതയുള്ള ആൾ മരിച്ചു കഴിഞ്ഞാൽ ആ ബാധ്യത ഏറ്റെടുക്കേണ്ടത് തൻ്റെ ഏറ്റവും അടുത്ത അനന്തരാവകാശിയാവുന്ന മക്കൾ തന്നെയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല കടം ഏറ്റെടുക്കുകയും അത് വീട്ടുകയും ചെയ്തു. ഷഹീദായ തൻ്റെ പിതാവിൻ്റെ കടം ഏറ്റെടുത്ത് വീട്ടുക എന്നത് ഒരു വലിയ ഉത്തരവാദിത്തമായി അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. ഇങ്ങനെ മരിച്ചു പോകുന്ന ബന്ധുമിത്രാദികൾക്ക് കടബാധ്യതയുണ്ടെങ്കിൽ ഏറ്റെടുത്ത് വീട്ടേണ്ട ബാധ്യതയും കൂടി ഭാരിച്ചതാണെന്ന ഒരു സന്ദേശം ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ജൂതനായ ആളിൽ നിന്ന് കടം വാങ്ങുക വഴി അമുസ്ലിമീങ്ങളോട് കടം വാങ്ങുന്നതിനും
അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടിൽ മുഴുകുന്നതിനും വിരോധമില്ല എന്നൊരു പാഠം കൂടി നാം ഇവിടെ മനസ്സിലാക്കുക.